Hello my dear students, today class we are going to learn the new chapter that is along with the motion in Teacher at Home channel. Okay, so all of you join in this class. Can we start? Along with motion, which are the objects on the earth that do not move? അപ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സുകൾ ഭൂമിയിൽ അനങ്ങാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാ? It was what this question that Bindu teacher came to the class that day. അല്ലെ, ബിന്ദു ടീച്ചർ ഈ ക്വസ്റ്റ്യനുമായിട്ടാണ് ക്ലാസ്സിലേക്ക് കയറി വന്നത്. ബിൽഡിങ്സ്, റോക്സ്, മൗണ്ടൻസ്. ദ ചിൽഡ്രൻ വെന്റ് ഓൺ ആൻസറിങ്. അപ്പൊ കുട്ടികൾ ആൻസർ പറയുക എന്തൊക്കെയാ? ബിൽഡിങ്ങുകള്, കല്ലുകള്, മലകള്, അങ്ങനത്തെ. They were surprised when the teacher marked that all the objects are constantly in motion at great speed. അപ്പൊ കുട്ടികൾക്ക് അതിശയായി. കാരണം എന്താ? ടീച്ചർ പറഞ്ഞു എല്ലാ സാധനങ്ങളും എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് the earth is revolving. Okay. That's the case. Our house would not be there when we get home from school. അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോഴേക്കും നമ്മുടെ വീട് അവിടെ ഉണ്ടാവില്ലേ? അശ്വതിയാണ്. അശ്വതി equipped. Do you agree with this? അപ്പൊ അശ്വതിയാണ് ഇത് റിപ്ലൈ ചെയ്തത്. നമ്മൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? Observe the picture. In this picture what we are seeing? The planet is revolving around the sun. You may be aware of the fact that all planets move around the sun. Can you explain what the teacher said on the basis of the motion of planets? Discuss it on the basis of the following indicators. അപ്പൊ എന്താ ഇതിൽ പറയണേ? എല്ലാ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? വിച്ച് ആർ ദ മോഷൻസ് ഓഫ് ദ എർത്ത് യു ആർ ഫെമിലിയർ വിത്ത്? അപ്പൊ മൂവ്മെന്റ്സ്, ഏത് മൂവ്മെന്റ്സ് ആണ് നിങ്ങൾ ഫെമിലിയർ വിത്ത്? വിച്ച് ആർ ദ ഒബ്ജക്ട്സ് ദാറ്റ് മൂവ് അലോങ് ദ എർത്ത് വെൻ ഇറ്റ് മൂവ്സ്? അപ്പൊ എർത്ത് മൂവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എവറി ക്രീച്ചേഴ്സ് വിൽ ബി മൂവിങ്. Whatever is inside the earth, all the substances will be moving. Can you be in the state of rest at least for a second? കുറച്ച് നിമിഷത്തെങ്കിലും അത് റെസ്റ്റ് ആയിരിക്കുമോ? അല്ല അല്ലെ, ബിക്കോസ് the earth is moving all time. All objects on the earth move along with it. എല്ലാ ഒബ്ജക്ട്സും എന്താണ്? ഭൂമിയുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. This can be understood only if we view from outer space. അല്ലെ, ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ പുറമേ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് സ്പീഡ്? ദ എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അറ്റ് അപ്രോപ്രിയേറ്റ്. അപ്പൊ ഭൂമി എത്ര സ്പീഡിലാണ് കറങ്ങുന്നത്? 1067 കിലോമീറ്റർ പെർ അവർ അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യണത് എത്ര സ്പീഡിലാണ്? 1667. ഇറ്റ് റിവോൾവ് റൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എത്ര സ്പീഡിലാണ് റിവോൾവ് ചെയ്യണത്? 1,06,000 കിലോമീറ്റർ പെർ അവർ. പെർ അവറിലാണ് ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു റിയലൈസ് ദാറ്റ് വി ആർ മൂവിങ് അറ്റ് എ ഗ്രേറ്റ് സ്പീഡ്. അല്ലെ, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും സ്പീഡിലാണ് നമ്മൾ റിവോൾവ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതിശയാം. മോഷൻ വിത്തിൻ ദ ബോഡി. പ്ലേസ് യുവർ ഇയേഴ്സ് ക്ലോസ് ടു യുവർ ഫ്രണ്ട്സ് ചെസ്റ്റ്. ഇപ്പൊ നമ്മള് സുഹൃത്തിന്റെ നെഞ്ചിന്റെ അരികിലേക്ക് നമ്മളുടെ ചെവി കൊണ്ടുവരിക. അപ്പൊ എന്താ സംഭവിക്കുക? What do you experience? What is the reason behind the sound you hear? അപ്പൊ നമ്മള് കേട്ട ശബ്ദം എന്തായിരിക്കും? What are the movements that occur within the body? എന്തൊക്കെ മൂവ്മെന്റ്സ് നമ്മളുടെ ബോഡിയിൽ ഉള്ളത്? That is the heart beat അല്ലെ? Up and down heart beat will be hearing. പിന്നെ blood circulation, digestion. This process all will be taking place in our body. Motion around us. Wave a piece of paper. Don't you feel the motion of air? അല്ലെ, ഒരു പേപ്പർ ഒന്ന് വീശിയപ്പോൾ നമ്മൾ എന്താ ഫീൽ ചെയ്യുക? എയറുടെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യും. വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് ദാറ്റ് യു ഹാവ് എക്സ്പീരിയൻസ് ദ മോഷൻ ഓഫ് എയർ? മോഷൻ ഓഫ് എയർ നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം? വിൻഡ് വരുന്ന സമയത്ത്, പിന്നെ വൈൽ സിറ്റിംഗ് ഓൺ ദ സീ ഷോർ അല്ലെ, നല്ല കാറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എയർ ഫീൽ ചെയ്യും. What are the other types of motion that can take place around you? വേറെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് നമ്മുടെ ചുറ്റും നമ്മൾ അനുഭവിക്കുന്നത്? Now you might have realized that different type of motion take place around you always. അല്ലെ, എല്ലാ തരത്തിലുള്ള അനക്കങ്ങളും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Force and motion. When does a body start moving? എപ്പോഴാണ് ഒരു ബോഡി വസ്തു ചലിക്കാൻ തുടങ്ങുന്നത്? You might have seen different type of motion, either
അല്ലെ? നമ്മൾ എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ കാണുന്നുണ്ടാവും. ചിലത് സ്ലോ ആയിരിക്കും, ചിലത് ഫാസ്റ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ്? ഇതിന്റെ കാരണം എന്തായിരിക്കും? പ്ലേസ് എ മാർബിൾ അറ്റ് വൺ എൻഡ് ഓഫ് എ ഡെസ്ക് ആൻഡ് സ്ട്രൈക്ക് ഇറ്റ് യൂസിങ് എ ഫിംഗർ. അതായത് മാർബിൾ പറഞ്ഞ എന്താ? ഗോട്ടി അല്ലേ? അത് എവിടെ വെക്കണ്ടേ? അറ്റ് വൺ എൻഡ് ഓഫ് എ ഡെസ്ക്, ഡെസ്കിന്റെ ഒരു അറ്റത്ത് വെക്കുക. എന്നിട്ട് ഒന്ന് തട്ടുക, കൈ വെച്ചിട്ട് തട്ടുക. അലോ ദ മാർബിൾ ടു റോൾ സ്ലോലി ഓൺ ദ ഡെസ്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മാർബിള് ഗോട്ടി മെല്ലെ ഒന്ന് ഡെസ്കിലേക്ക് നീങ്ങാൻ ഹെൽപ്പ് ചെയ്യണം. ജെന്റ്ലി പ്ലേസ് യുവർ ഹാൻഡ് ബ്ലോക്കിംഗ് ദ പാത്ത്. എന്നിട്ട് അതിന്റെ വഴി തടയുക. എങ്ങനെ? നമ്മുടെ കൈ ഉപയോഗിച്ച്. അലോ ദ മാർബിൾ ടു റോൾ വിത്ത് എ കൺസിഡറബിൾ സ്പീഡ് ഓൺ ദ ഡെസ്ക്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ ഗോട്ടീനെ ഒന്ന് കുറച്ച് സ്പീഡിലേക്ക് അല്ലെ റോൾ ചെയ്യാൻ, കുറച്ച് സ്പീഡിൽ റോൾ ചെയ്യാൻ അനുവദിക്കുക. ഹോൾഡ് എ സ്കെയിൽ ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ. എന്നിട്ട് ഒരു സ്കെയില് ചരിച്ചു വെക്കുക. കുറച്ച് ഡിസ്റ്റൻസിന് ശേഷം അതൊന്ന് ചരിച്ചു വെക്കുക. റോൾ ദ മാർബിൾ സ്ലോലി ഓൺ ദ ഡെസ്ക്. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഗോട്ടി ഒന്ന് മെല്ലെ തട്ടുക. അപ്പൊ പിന്നെ വേറൊരു ഗോട്ടി ഉപയോഗിച്ചിട്ട് കുറച്ച് സ്പീഡിൽ തട്ടുക. അപ്പൊ എന്ത് ചെയ്യും? രണ്ടും കൊളൈഡ് ചെയ്യും അല്ലെ? കൂട്ടിമുട്ടും. When did the marble which was at rest start moving? എപ്പോഴാ സ്റ്റാർട്ട് മൂവിങ് ചെയ്തത്? നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ് അത് സ്റ്റാർട്ട് മൂവിങ് ചെയ്തത്. When did it come to rest? When it blocked അല്ലെ? Using a block, a hand with a block ചെയ്തപ്പോഴാണ് എന്ത്? റെസ്റ്റിൽ വന്നത്. When did it change its direction of motion? Direction of motion എപ്പോഴാ ചേഞ്ച് ചെയ്തത്? When we placed a scale. When did the speed of the rolling marble increases? റോളിംഗ് മാർബിൾ ഇൻക്രീസ് ചെയ്തപ്പോഴാണ് വേറൊരു മാർബിൾ കൊണ്ട് സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് അത് ഇൻക്രീസ് ചെയ്തത്. വാട്ട് ചേഞ്ച് ഇൻ മോഷൻ വാസ് ബ്രോട്ട് അബൌട്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ഇൻ ഈച്ച് സ്റ്റേഷൻ? റൈറ്റ് ഡൗൺ ദം ഇൻ യുവർ സയൻസ് ഡയറി. ദ മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് വാസ് സെറ്റ് ഇൻ ടു മോഷൻ അല്ലെ? റെസ്റ്റ് ചെയ്ത മാർബിൾ എന്ത് ചെയ്തു? നമ്മളൊന്ന് തട്ടിയപ്പോൾ അത് അനങ്ങാൻ തുടങ്ങി. വി വാച്ച് ആൻഡ് പ്ലേ ഗെയിംസ് വിത്ത് എ ബോൾ. What are the purpose for which the players apply force on a ball? എന്താണ്? To kick the ball. We are applying force. To move the ball at rest, എന്ത് ചെയ്യണം? Using a force we have to hide it or stop it. Force and motion. We can move objects at rest by applying force അല്ലേ? നമ്മൾ ഒരു ബലം ഉപയോഗിക്കുമ്പോൾ ഒബ്ജക്ട്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. We can also change the state of motion of a body to a state of rest by applying force. You can apply force to change the direction of motion or to increase or decrease the speed of motion അല്ലേ? അപ്പൊ നമ്മൾ എന്തിനാ ഫോഴ്സ് അപ്ലൈ ചെയ്യണത്? എന്തിനാണ്? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പിന്നെ അതിന്റെ ഡയറക്ഷൻ മാറ്റാനും അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ. ട്രൈ ഡൂയിങ് ദിസ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് ചെയ്യുക. ഏതൊക്കെയാ? ഷാർപ്പൺ എ പെൻസിൽ വിത്ത് ഷാർപ്പണർ അല്ലെ? ഷാർപ്പണർ ഉപയോഗിച്ച് പെൻസിൽ ഒന്ന് ഷാർപ്പ് ചെയ്യുക. പിന്നെ ഒരു സർക്കിൾ വരയ്ക്കുക യൂസിങ് എ കോമ്പസ്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ഏത് വെച്ചിട്ടാ? എ പെൻസിൽ ആൻഡ് എ സ്കെയിൽ. ഹൗ വാസ് ദ മോഷൻ ഓഫ് ദ പെൻസിൽ ഇൻ ഈച്ച് കേസ്? അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? മോഷൻ ഓഫ് പെൻസിൽ അല്ലെ? ഹിയർ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ഹിയർ മീൻസ് വി ആർ ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ. Observe the following motions. Which of them resemble the different motions of a pencil? പെൻസിലിന്റെ മോഷനോട് കൂടി താരതമ്യപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? Here swirling a stone tied on a rope. ഒരു നൂലിൽ കെട്ടിയിട്ട്, കല്ലൊരു നൂലിൽ കെട്ടിയിട്ട് കറക്കുകയാണ്. ഇവിടെയോ റൊട്ടേറ്റിംഗ് ടോപ്പ്, പമ്പരം കറക്കുകയാണ്. എ റൈപ്പ് മാംഗോ ഫോളിംഗ് ഔട്ട്, പഴുത്ത മാമ്പഴം താഴെ വീഴുന്നു. ദ വീൽ ഓഫ് ദ വെഹിക്കിൾ റൊട്ടേറ്റിംഗ് അല്ലേ? ഒരു വാഹനത്തിന്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലിഫ്റ്റ് ഗോയിങ് അപ്പ്, ലിഫ്റ്റ് മുകളിലേക്ക് പോവുകയാണ്. ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലർ പാത്ത്, ട്രെയിൻ എന്ത് ചെയ്യണു? ടോയ് ട്രെയിൻ സർക്കിൾ ആയിട്ട് കറങ്ങുന്നു. Group the similar ones. Add more examples to each group and write them in the science diary. Those resembling the action of sharpening the pencil using a sharpener. അപ്പൊ ഷാർപ്പണർ നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യണ പോലത്തെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ കണ്ടത്? റൊട്ടേറ്റിംഗ് ഓഫ് എ ടോപ്പ് അല്ലെ? പമ്പരം കറങ്ങുന്നതാണ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളത്. പിന്നെ മറ്റേതോ? ഡ്രോയിങ് എ സർക്കിൾ യൂസിങ് എ കോമ്പസ്, ദാറ്റ് ഈസ് swirling a stone tied to a rope അല്ലെ? ഒരു കയർ ഉപയോഗിച്ചിട്ട് കല്ല് കറക്കുന്നതാണ് എന്ത്?
It is similar to that of a circle using a pencil fitted in a compass. Those resembling the action of drawing a straight line using pencil and scale. It is the ripe mango falling down. What is the common feature of motion in each group that you have to write? How do groups 1 and 2 differ? Motion of a body along a straight line is a linear motion. അപ്പോൾ എന്താണ് മോഷൻ? ചലനം നേർരേഖയിൽ നടക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ലീനിയർ മോഷൻ എന്ന് പറയും അല്ലെ? ദ മൂവ്മെന്റ് ഓഫ് എ ബോഡി അലോങ് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഏത് വഴിക്കാണോ അത് മൂവ്മെന്റ് ചെയ്യണത് അതിനെയാണ് എന്ത്? റൊട്ടേഷൻ അല്ലെ? മോഷൻ അലോങ് എ സർക്കുലർ പാത്ത്. സർക്കുലർ പാത്ത് ആണെങ്കിലോ it is circular motion. Motion like this too. You may be familiar with the following type of motions. Motion of pendulum of a clock. Pendulum of a clock. പിന്നെ the motion of a swing. Motion of a hanging lamp. അപ്പോൾ motion of a pendulum of clock, swing, hanging lamp. What are the peculiarity of a movements? ഇതിന്റെ movements peculiarity എന്താണെന്നുള്ളത് എഴുതുക. Find out similar examples of motions. The to and fro motion of a body about a mean position. To and fro നെ നമ്മൾ എന്താ പറയാ? Oscillation. What is your response to Hasib's query? The viper of vehicles. Vehicles-ന്റെ viper എന്ത് തന്നെയാണ്? Oscillation തന്നെയാണ്. Discuss using the indicators given below. Is it a motion about a mean position? Does it move to both sides? These are the questions being asked. Oscillation like this too. Oscillation ഇതുപോലെ ഉണ്ടാവും. എന്തൊക്കെയാ? Beat one of the prongs of a tuning fork with a rubber hammer. അതായത് tuning fork ഇല്ലേ? Fork നമ്മൾ ഒരു ഹാമർ ചിറ്റിക വെച്ച് ഒന്ന് തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും കൂടെ ഒരേ ടൈം അനങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? Tap on a stretched rubber band using a finger. നമ്മുടെ ഫിംഗറിന്റെ ഇടയിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ച് സ്ട്രെച്ച് ചെയ്താലോ അതും രണ്ടും അനങ്ങിക്കൊണ്ടിരിക്കും. Place a metal scale on a table in such a way that one of it can project out and tap this end using your fingers. Metal scale വെച്ചിട്ട് ആക്കിയാൽ എന്ത് ചെയ്യും? അത് അനങ്ങിക്കൊണ്ടിരിക്കും. Did you notice that the oscillations are a greater speed? ഈ oscillations ഒക്കെ നല്ല സ്പീഡിലായിരിക്കും അല്ലേ? Fast oscillation referred to as fast ആയിട്ട് oscillation ചെയ്യുമ്പോൾ അതിനെന്താ നമ്മൾ പറയുക? Vibration. Okay, vibration. Let's make a blow pipe PP which may help us to observe vibration. അപ്പോൾ നമ്മൾ ഒരു PP ഉണ്ടാക്കുകയാണ്. എങ്ങനെയത്? Material required 10 cm long pipe of 1 inch diameter. അപ്പോൾ ഒരു വലിയ പൈപ്പ് ഇത്ര 10 cm ലോങ്, പിന്നെ ഡയമീറ്ററോ 1 inch. എ ബലൂൺ അതിലേക്ക് ഫിറ്റ് ചെയ്തു. പിന്നെ empty case of a pen. ഒരു പെന്നിന്റെ ഒഴിഞ്ഞ അതായത് യൂസ് ചെയ്യാത്ത ഒരു പെന്ന്, പിന്നെ റബ്ബർ ബാൻഡ്, 2 meter long ത്രെഡ് നൂലും സെല്ലോ ടേപ്പും. മെത്തേഡ്: കട്ട് ഓപ്പൺ ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദ ബലൂൺ. Insert the pipe at one end of the balloon and the empty case of a pen. അല്ലെ? ഒരു insert the pipe. ഒരു ബലൂണിന്റെ അറ്റത്തേക്ക് നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യണ? പൈപ്പ് ഇൻസേർട്ട് ചെയ്തു. പിന്നെ പെന്ന്, പൈപ്പും പെന്ന് ഓരോ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. ടൈ ദം സ്ട്രോങ്ലി യൂസിങ് എ റബ്ബർ ബാൻഡ്. പിന്നെ എന്ത് ചെയ്തു? റബ്ബർ ബാൻഡ് വെച്ചിട്ട് അത് ടൈറ്റ് ആയിട്ട് ടൈ ചെയ്തു അല്ലെ? ഹോൾഡ് ദ പൈപ്പ് വെർട്ടിക്കലി ആൻഡ് സ്ട്രെച്ച് ദ എംപ്റ്റി പെൻ. പൈപ്പ് വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. എംപ്റ്റി പെന്ന് സ്ട്രെച്ച് ചെയ്തു. Now the balloon will appear like a stretched membrane. ബലൂൺ എന്ത് അപ്പിയർ ചെയ്യും? സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് അപ്പിയർ ചെയ്യും. In the middle of the stretched portion, fix one end of the thread. ഒരു എൻഡ് എങ്ങനെയാ? യൂസിങ് സെല്ലോ ടേപ്പ്. PP is now ready to use. Method of operation: let your friend pull the free end of the thread. അല്ലേ? ആ ത്രെഡിന്റെ ഒരു അറ്റം നിങ്ങളുടെ ഫ്രണ്ട് അതൊന്ന് വലിച്ചോട്ടെ. Pull the case of a pen and blow through it. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ പേനയുടെ അത് കൂടിയിട്ടൊന്ന് ബ്ലോ ചെയ്യോ, ഊതുകയാണ്. Don't you hear a sound like a trumpet of an elephant? അല്ലേ? ആനയുടെ ചുളംവിളി പോലെ കേൾക്കാറില്ലേ? Observe the movement of the thread as well. നൂലിന്റെ നീക്കവും ശ്രദ്ധിക്കുക. What type of motion it is? Motion in application. എന്താ? Observe a tailor stitching clothes using a sewing machine. അപ്പോൾ ഒരു ടൈലർ തുണി തയ്ക്കുകയാണ്. എന്തുപയോഗിച്ചിട്ടാ? സ്യൂയിങ് മെഷീൻ, തയ്യൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് തുണി തയ്ക്കുന്നത്. Of the different type of motion you have already come
അപ്പോൾ sewing മെഷീന്റെ മോഷനിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. Then let's make a toy fan. Material required. Toy fanലുള്ള മെറ്റീരിയൽ എന്തൊക്കെയാ? A small plastic bottle. Here see. A rib of a coconut tree leaf. ഓലയുടെ തണ്ടെടുത്ത് ഒരു ഈർക്കലി എടുത്തിട്ട് ചെയ്യാം. പിന്നെ ത്രെഡ് നൂല് വേണം, കാർഡ്ബോർഡ് പീസ് വേണം, ബീഡ് ഒരു മുത്ത്, പിന്നെ പശ ഗ്ലൂ. Different stages of construction. Make a hole each on the lid. ഓരോ ഭാഗത്തും ലിഡിന്റെ അടപ്പിന്റെ ഓരോ ഭാഗത്തും ഓരോ ഹോള്. എവിടേക്കാ? ബോട്ടം ആൻഡ് സൈഡ്. ബോട്ടത്തിലും സൈഡിലും. Cut out the leaves of a fan from cardboard. കാർഡ്ബോർഡിന് എന്ത് ചെയ്യണം? ലീഫ്, ഫാനിനുള്ള ലീഫ് ഉണ്ടാക്കണം. Fix a bead at the top of the rib. ബീഡ് വന്നിട്ട് നമ്മൾ എവിടെ വെക്കുന്ന? റിബിന്റെ ഏറ്റവും ടോപ്പിൽ വെക്കും അല്ലെ? Fix the leaves on the bead using glue. പശ വെച്ച് ഒട്ടിക്കുക. Tie the thread in the middle of the rib. എന്നിട്ട് റിബിന്റെ മിഡിൽ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യാം. Pass a rib through the top and bottom holes in the plastic bottle. റിബ് എന്ത് ചെയ്തു? ടോപ്പ് ആൻഡ് ബോട്ടം തൂടെ ഫിക്സ് ചെയ്തു അല്ലേ? റിബ് മൂവ്സ് ഫ്രീലി. അപ്പൊ അങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ, നൂല് വെച്ച് വലിക്കുമ്പോൾ എന്താവും? അത് ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Pull out the free end of the thread through the holes of the side of the bottle and tie it and the piece of rib. Let's rotate the fan. Turn the rib to completely wind the thread around it. Now pull out the free end of the thread. Don't you see it rotating? അപ്പൊ ഈ നൂല് വെച്ചൊന്ന് വലിക്കുമ്പോൾ എന്താവും? ഈ റിബിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലീവ്സ് ഇല്ലേ, അത് കറങ്ങാൻ തുടങ്ങും. How did the motion of the thread pass to the leaf to the fan? എങ്ങനെയാണ് അത് പാസ് ചെയ്യണത്? What are the devices that have you seen? The force applied on one part is transferred. അല്ലെ, ഒരു ഭാഗത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് മറ്റേ ഭാഗത്തേക്ക് കൂടെ എത്തുകയാണ് അല്ലെ? എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് ആ മെഷീൻസിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? Where do we apply force by cycling? സൈക്കിൾ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ ബലം ഉപയോഗിക്കുന്നത്? How does this force reach the wheel? അപ്പോൾ എങ്ങനെയാണ് അത് ചക്രത്തിലേക്ക് ആ ബലം എത്തുന്നത്? Which part is set to motion first while working a floor mill? അല്ലെ, മില്ലില് ഏത് ഭാഗത്താണ് ആദ്യം മോഷൻ അല്ലെ, അനക്കം ഉണ്ടാവുക? How is the rotation transferred? എന്നിട്ട് എങ്ങനെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് അത് പാസ് ചെയ്യുക? What arrangements are made using sewing machine? അപ്പൊ ഈ തയ്ക്കണ മെഷീനിലൊക്കെ എന്ത് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? To transfer the force applied on the pedal of the needle. അല്ലെ, താഴെ പെഡലിൽ ഇങ്ങനെ ചവിട്ടിയിട്ടാണ് അവര് തയ്യൽ മെഷീനിൽ വർക്ക് ചെയ്യാറ്. അപ്പൊ എന്ത് ഫോഴ്സ് ആണ് നമ്മൾ അവിടെ പ്രയോഗിച്ചിട്ടുണ്ടാവുക? The force applied on a machine can be transferred to other parts of the machine. അല്ലെ, ഒരു മെഷീനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് മറ്റതിലേക്കും പാസ് ചെയ്യും. Thus setting എന്നിട്ട് എന്ത് ചെയ്യും? അത് മോഷൻ, മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യും. We can make use of the chain, wheel, axle, belt, etc. ചെയിൻ, വീല്, ആക്സിലും ബെൽറ്റ് ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. Gears. As shown in the picture, fix two corrugated plastic lids of different sizes of a wooden plank in such a way they can touch each other closely. Now turn each lid. What do you observe? അപ്പൊ വുഡൻ പ്ലാങ്കിന് അതായത് രണ്ട് അടപ്പ് നമ്മൾ എടുത്തിരിക്കുകയാണ് of different size. When the small lid is turned to the left, in which direction did the big lid turn? What happens when it turned to the right? അപ്പൊ ആ ലിഡ് ഉപയോഗിച്ചിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബിഗ് ലിഡ് ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. How does the big lid also rotate? Complete one rotation when the small lid complete one. How many times did the small lid rotate when the big lid? See here. It is the interlocking of the corrugations of the lids that enables one to rotate with the other. Such wheels are called gears. അതായത് ഈ ഗിയേഴ്സിൽ നമ്മൾ എന്താ കാണുന്നത്? That is sharp, that is a gap it is seen there. So when the big one rotates, the small one, teeth-like structure, no, that will enters in the gap and make them to rotate. Okay, where have you seen gears? In toys, in machines, and also we see gears. Try rotating the gears in handles and toys. Observe and find out. The change gears can bring about in motion.
On the basis of the indicators given below, write down in your science diary. Do they bring about change in the direction of motion? Do they bring about change in the speed of motion? By making use of rotation of one part of a machine gear, help us to set in motion more than one part of a machine at different speeds and in different direction. That is, when we are rotating one part, ഒരു ഭാഗം rotate ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? Gears help to set in motion more than one part of a machine at different. അപ്പോൾ വേറൊരു ഭാഗം എന്തായിരിക്കും? At restലായിരിക്കും അല്ലേ? പിന്നെ different speedsൽ ചെയ്യുമ്പോഴാണ് rotation possible ആയിട്ട് വരിക. The speed of the rotation decreases when the big wheel is turned using a small wheel. അല്ലേ? വലിയ വീല് ടേൺ ചെയ്യാണ് ചെറുത് ഉപയോഗിച്ച്, അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. Then it is reversed. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിനെ ടേൺ ചെയ്ത് വലുത് കറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീഡ് ഇൻക്രീസസ്. യൂസ് ഓഫ് ഗിയേഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ്. അപ്പൊ ഇത് എന്ത് ഉണ്ടാക്കും? ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. This we make use in number of machines. That's all about this chapter. If you are interested and please do share, like and subscribe my channel. Okay, thank you.